കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് ഞാനൊരു ചൂടൻ കിട്ടി. നമുക്ക് കടൽ മീനും മേടിക്കാതെ ഇരുന്നിട്ട് ഒരാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ചൂടനാണ്. ചൂടൻ ചെറിയ മീനല്ലേ, അതാണ്. അപ്പം അത് നമുക്ക് ഒന്ന് പറ്റിക്കാം നോക്കാം നമുക്ക്. അപ്പം എല്ലാവർക്കും ഷീല ഫോർ ടെക്റ്റിലേക്ക് സ്വാഗതം. ഓക്കെ, ചൂടനാണ്, ചൂടൻ ചെറിയ മീൻ എന്താ ചൂടനാണ്. അപ്പം അത് പറ്റിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളിയില്ലേ, തീരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചിയും അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. പച്ചമുളകും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊടമ്പുളി വെള്ളത്തിയിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങായി ഇട്ടിട്ടുണ്ട്. ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം, ഇത്തിരി കുരുമുളകും ഇടാം. ഞാനിത് ചതയ്ക്കുന്നില്ല, ചുമ്മാതെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി മീനുമായിട്ട് യോജിപ്പിച്ച് അടുപ്പത്ത് വെക്കാൻ പോകും. നമുക്കിനി അങ്ങനെ ചെയ്യാം. ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ ഇത്തിരി കുരുമുളക് ഇട്ട് ശകലം, ഒരു ഇത്തിരി മതി. കാര്യം മീൻ ശകലമേ ഉള്ളൂ, അതുകൊണ്ട് കുരുമുളക് ശകലം ഇട്ട്. കാര്യം അതിന് ഇത് വേണ്ടേ. പിന്നെ ചിലർക്ക് ഈ വെളുത്തിരിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഒരു ശകലം ഒരു തുള്ളി മുളക് പൊടിയും കൂടി ഇട്ടു. കാര്യം മുളക് പൊടി കുരുമുളകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടി വെക്കുവാണ്. ചട്ടി വെച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ ഇട്ട്, കാര്യം ഇത് ചതയ്ക്കുന്നില്ല, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. പിന്നെ കുടംപുളി അത് ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ടിരിക്കുവാണ്, അതും ഇട്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിടുവാണ്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുവാണ്. പിന്നെ വേപ്പില, വെള്ളം വേണമെങ്കിൽ ഒരു ശകലം ചേർത്താൽ മതി, അത് വേണമെന്നില്ല. ഞാനിത് നന്നായിട്ട് തിരുമ്മി എടുക്കുവാണ് കൈകൊണ്ട്. നല്ല വൃത്തിയായിട്ട്, നല്ല ചതയ്ക്കുന്ന കണക്ക് നന്നായിട്ട് നല്ല തിരുമ്മി എടുക്കുവാണ്. അപ്പം നന്നായിട്ട് തിരുമ്മി എടുത്ത് വെച്ച് ഇനി നമുക്ക് മീൻ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് പിഴിഞ്ഞങ്ങോട്ട് ഇടുവാണ്. കുറച്ചേ ഉള്ളൂ മീൻ, രക്ഷയില്ല, ഭയങ്കര വിലയാണ്. അപ്പം ഇതെല്ലാം കൂടി അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് യോജിപ്പിക്കുവാണ് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ കുടംപുളി കഴുകി ഇട്ടിരിക്കുന്ന വെള്ളമില്ലേ, ഒരു കൈ വെള്ളം പോലെ, ഒരു ശകലം നനച്ചൊന്ന് അങ്ങോട്ട് എടുത്താൽ മതി. കാര്യം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തരുമ്പോഴേ വെള്ളം ഇറങ്ങും. അപ്പം ഇനി നമുക്ക് ഗ്യാസ് കത്തി എന്താണ് എല്ലാം എടുത്ത് വെച്ചത്. കാര്യം ലോങ് വീഡിയോ ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതെല്ലാം റെഡിയാക്കി. മീനെല്ലാം വെട്ടി ഇതെല്ലാം അരിഞ്ഞെല്ലാം വെച്ച് തേങ്ങ എല്ലാം ചെണ്ടി വെച്ച് ലോങ് വീഡിയോ ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് ഓർത്തത്. കാര്യം ഇപ്പം ഞാൻ തന്നെയാണ് ക്യാമറ ചെയ്യുന്നതുമല്ല, എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ പരിധി വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം അവരും കാണുന്നുണ്ടല്ലോ. അപ്പം ഇത് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്ന് ആവി കയറി വരട്ടെ. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, തീ ഒത്തിരി ഇട്ടിട്ടില്ല, സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം തീ പതിയെ വന്ന്, ചെറിയ മീനല്ലേ, അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചില്ല, കൈവെള്ളം മാത്രമേ തളിച്ചിട്ടുള്ളൂ. അപ്പം പതിയെ ഇരുന്ന് തരുന്നത് വരണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് ശരിയാകട്ടെ കേട്ടോ. മീന് പറ്റി ഒരു 10 മിനിറ്റായി കാണും നമ്മൾ വെച്ചിട്ടേ. മീൻ നന്നായിട്ട് ഇതേ കണ്ടോ, നന്നായിട്ടതേ കണ്ടോ, തോര പറ്റിയതേ കണ്ടോ, അതേ കണ്ടോ, നല്ല തോര കണ്ടോ, തോര പറ്റിയിരിക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു സ്പൂണ് ഇത്രയും മതി. ഓക്കെ, ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ശകലം വേപ്പിലയും കൂടി ഒന്നുകൂടി കുറച്ചുകൂടി ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി നമ്മൾ വേപ്പില ഇട്ട് നേടിയ എടുത്തത്, എന്നാലും ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടി വേപ്പില ഇട്ട് പിന്നെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ഇനി ഇറക്കി വയ്ക്കും. ഓക്കെ, ഞാൻ ഇറക്കാൻ പോകും കേട്ടോ. ചൂടിലും ആവിയിലും ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി വേകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ ഒന്നുകൂടി പറയുവാണേ. ഓക്കെ, എന്നെ ഒരു ഈ വീഡിയോ കാണുന്ന ആരും ഒരു കടക്കണ്ണ് പോലും എന്നെ
എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒരു കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. കൂട്ടുകാരെ, ഒന്നും നിങ്ങൾ ചെയ്യണേ, എന്നാലും നമുക്കിത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. താങ്ക് യു. കൂട്ടുകാരെ, എല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചോ? എനിക്ക് വിശക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം ഇന്ന് എൻ്റെ മെനു എന്താണെന്നറിയാവോ? ചൂടൻ പറ്റിച്ചത്, ബീൻസ് തോരൻ, പിന്നെ ഇഞ്ചി തൈര് ചമ്മന്തി, ഇഞ്ചിക്കറി. നിങ്ങൾ ആരും കഴിച്ചില്ലേ? സമയം ഒത്തിരി ആയല്ലോ. എല്ലാവർക്കും വെജിറ്റേറിയനാണോ അതോ നോണാണോ എന്തുവാണ്? അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ചോട്ടെ. ഓക്കെ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഇഞ്ചി തൈര് ചമ്മന്തിയ. ഇഞ്ചി കൂടുതലാക്കി അരച്ച് നമ്മൾ അടപ്പത്തൊന്നും വെക്കത്തില്ല, അങ്ങനെ ഉണ്ടാക്കിയത്. ഓക്കെ.